അവൻ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ. ഇറ്റ് ഈസ് ഹൈ ആൻഡ് ലിഫ്റ്റഡ് അപ്പ്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവരുടെ സിംഹാസനം തകർന്നു പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ തുണയായിരുന്ന ആളുകൾ ഇല്ലാതെയായി പോകുമ്പോൾ, നമ്മൾ പ്രതീക്ഷ വച്ചിരുന്നതായ നമ്മുടെ സമ്പാദ്യങ്ങൾ ഇല്ലാതെയായി പോകുമ്പോൾ, നമ്മൾ ആശ വച്ചിരുന്ന നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ, ഇതിൻ്റെ എല്ലാം മുകളിൽ ഒരു സിംഹാസനമുണ്ട്. അതാണ് നമ്മുടെ കർത്താവിൻ്റെ സിംഹാസനം. യെശയ്യാവിൻ്റെ പ്രവചനം അതിൻ്റെ 6-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. യെശയ്യാവിൻ്റെ പ്രവചനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന, പലപ്പോഴും കേട്ടിട്ടുള്ള വചനമാണ്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ അവന് ചുറ്റും നിന്നിരുന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യരുടെ മധ്യേ ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊളിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നു. അതെൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി, നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നെന്ന് പറഞ്ഞു. ഈ ഭാഗങ്ങളെല്ലാം വളരെയേറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ അതിനകത്തെ 1-2 കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അവിടെ തുടങ്ങുന്ന വേദഭാഗം ഇങ്ങനെയാണ്: ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടെ സ്പെസിഫിക്കായിട്ട് പറഞ്ഞത് ഉസിയ രാജാവ് മരിച്ച വർഷം. കാലക്കണക്ക് കാണിക്കാൻ വേണ്ടി അന്ന് രാജാക്കന്മാരുടെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇവിടെ സ്പെസിഫിക്കായിട്ട് ഇത് പറയാൻ മറ്റൊരു കാരണമുണ്ട്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രത്യേകമായ ഒരു കാര്യം വന്നുവിട്ടിരിക്കുകയാണ്. കാര്യം, യെശയ്യാവ് യഹൂദരുടെ ഇടയിൽ അല്ലെങ്കിൽ യെരൂശലേമിൽ താമസിച്ച് ദൈവത്തിൻ്റെ വചനം രാജാവിനെ ഉൾപ്പെടെ രാജാവിനോടുൾപ്പെടെ ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രോഫറ്റാണ്. ഈ രാജാവ്, ഉസിയ രാജാവിനെക്കുറിച്ച് മോശമായ ഒരു കാര്യമുണ്ട്. കാര്യം, അവൻ ഒരിക്കൽ ധൂപം കാട്ടാനായിട്ട് ദൈവാലയത്തിൽ അനുവാദം കൂടാതെ കടന്നു ചെന്നു. എൻ്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി അവനൊരു കുഷ്ഠരോഗിയായിട്ടാണ് മരിക്കുന്നത്. അത് അയാളെക്കുറിച്ചുള്ള ഒരു ബാഡ് മാർക്കാണ്. പക്ഷേ ഈ ഉസിയ രാജാവ് അത്ര മോശപ്പെട്ട ആളൊന്നും അല്ലായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കാര്യം ഇങ്ങനെ എംഫസൈസ് ചെയ്ത ആളുകൾ പറയുമെങ്കിലും, ഇയാളുടെ ലൈഫ് എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ, ആകമാനമായി നോക്കിയാൽ അയാളൊരു നല്ല രാജാവായിരുന്നു. അവസാനം ഒരു പാളിച്ച പറ്റി എന്നുള്ളത് ശരിയാണെങ്കിലും ബേസിക്കലി ഹി വാസ് എ ഗുഡ് കിങ് അടിസ്ഥാനപരമായി. പക്ഷേ നല്ലവനായി ജീവിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല. മരിച്ചത് കുഷ്ഠരോഗിയായിട്ടാണ്. അതുപോട്ടെ. പക്ഷേ ഇയാളൊരു സ്ട്രോങ് കിങ് ആയിരുന്നു, വളരെ ശക്തനായ ഒരു രാജാവ്. നമ്മൾ 2 ദിനവൃത്താന്ത പുസ്തകം അതിൻ്റെ 26-ാമത്തെ അധ്യായം ഞാൻ പെട്ടെന്ന് എടുക്കുകയാണ്. അവിടെ ഇവൻ രാജാവാകുന്ന കാര്യം പറയുന്നുണ്ട്. ഉസിയാവിന് 16 വയസ്സുള്ളപ്പോഴാണ് അവൻ രാജാവാകുന്നത്. രാജാവ് ആയതിന് ശേഷം ഉസിയാവ് അവൻ 52 സംവത്സരം, വേഴ്സ് 3, അവൻ അവിടെ യെരൂശലേമിൽ വാണു. 52 വർഷം രാജാവായിട്ട് വാണു. ഇറ്റ്സ് എ ലോങ് ഇയർ, അനേക വർഷങ്ങൾ അല്ലേ, 52 വർഷം. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത് 4-ാമത്തെ അവൻ്റെ അപ്പനായ അമസ്യാവ് ചെയ്തതുപോലെയൊക്കെ അവൻ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ്റെ ജീവിതത്തിൻ്റെ ദോഷമുണ്ട്. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെഖര്യാവിൻ്റെ ആയുഷ്കാലത്തൊക്കെ അവന് ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. അതിനുശേഷം വായിക്കുന്ന ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവൻ ചുറ്റുപാടുമുള്ള സകല രാജ്യങ്ങളെയും കീഴടക്കുകയാണ്. അവൻ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്തു. അവിടെ ചെന്ന് അവരുടെ നാട്ടിൽ ഇവൻ്റെ പേരിൽ പട്ടണങ്ങളുണ്ടാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു വിജയം ഫെലിസ്ത്യരുടെ ഇടയിലുണ്ടായി. എന്നിട്ട് 8-ാമത്തെ വാക്യത്തിൽ അമ്മോന്യരും ഉസിയാവിന് കാഴ്ച കൊണ്ടുവന്നു. മറ്റ് രാജ്യങ്ങളെല്ലാം ഇവൻ കീഴടക്കി
ഇവനൊരു ചക്രവർത്തിയായിട്ട് ജീവിക്കുകയാണ്. അവൻ അത്യന്തം പ്രബലനായി തീർന്നതുകൊണ്ട് അവൻ്റെ ശ്രുതി മിസ്രയീം വരെ പരന്നു. ഈജിപ്തിൽ വരെ ഉസിയാവിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കാൻ തുടങ്ങി. അവർക്കൂടെ പേടിയായിപ്പോയി, ഇനിയിപ്പോൾ ഇവൻ ഈജിപ്തിലോട്ട് വരുമോയെന്ന്. അത്രയ്ക്കും ശക്തനായ ഒരു രാജാവ്. തന്നെയല്ല, ഇതിനകത്ത് അവൻ രാജ്യങ്ങൾ കീഴടക്കുക മാത്രമല്ല, സ്വന്തം രാജ്യത്തെ വളരെ നന്നായിട്ട് പരിപാലിച്ചവനായ ഒരു രാജാവ്. അവൻ യെരൂശലേമിൽ കോൺവാതിക്കലും താഴ്വരവാതിക്കലും തിരിവുകളും ഗോപുരങ്ങൾ പണിത് ഉറപ്പിച്ചു. അതിനുശേഷം അവിടെ എല്ലാം കിണർ കുഴിപ്പിച്ചു, ഗോപുരങ്ങൾ പണിതു. അവന് കൃഷിപ്രിയനായതുകൊണ്ട് കൃഷിക്കാരും മുന്തിരിത്തോട്ടക്കാരും അവനുണ്ടായിരുന്നു. പടയാളികളുടെ വലിയൊരു സൈന്യം ഉണ്ടായിരുന്നു. അതുതന്നെയല്ല, നമ്മൾ വായിക്കുന്നതനുസരിച്ച് ഇക്കാലത്ത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന മിസൈൽ പോലെ ഒരു യന്ത്രം അവൻ ഉണ്ടാക്കിയെന്ന് എഴുതിയിരിക്കുന്നത്. മിസൈലൊക്കെ ആദ്യം കണ്ടുപിടിച്ചത് ഉസിയാവാണ്. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ അവൻ അസ്ത്രങ്ങളും വലിയ കല്ലുകളും പ്രയോഗിപ്പാൻ ഗോപുരങ്ങളുടെയും കൊത്തളങ്ങളുടെയും മേൽ വെക്കേണ്ടതിന് കൗശലപ്പണിക്കാർ സങ്കല്പിച്ച യന്ത്രങ്ങൾ യെരൂശലേമിൽ തീർപ്പിച്ചിരുന്നു. നോക്കുക, അതായത് സൈന്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വലിയ കല്ലൊക്കെ കവണയിൽ വെച്ചിട്ട്, കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇന്ന് മിസൈൽ വിടുന്നത് പോലെയുള്ള വലിയ യന്ത്രങ്ങളൊക്കെ അവനുണ്ടാക്കി. പ്രബലനായ രാജാവ്. അവൻ പ്രബലനായി തീരുവാൻ തക്കവണ്ണം അതിശയകരമായി അവൻ്റെ സഹായം ലഭിച്ചതുകൊണ്ട് അവൻ്റെ ശ്രുതി ബഹുദൂരം പരന്നു. നേരത്തെ മിസ്രയീം വരെയാണെങ്കിൽ ലോകത്തിൻ്റെ മിക്കവാറുമുള്ള സ്ഥലങ്ങളിലെല്ലാം ഇവനെക്കുറിച്ച് ശ്രുതി പരന്നു. അത്രയ്ക്കും ശക്തനായൊരു രാജാവ്. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായിട്ട് തികളിച്ചു. പിന്നെ ഉള്ള ഭാഗങ്ങൾ അവൻ്റെ പതനത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ യെശയ്യാവ് ഇവിടെ പറയുന്നത് അവൻ ഉസിയാവ് മരിച്ചയാണെന്ന് പറയുമ്പോൾ, ഇങ്ങനെ പ്രബലനായ ഒരു രാജാവ് മരിച്ച ഒരവസ്ഥ, പ്രബലനായ ഒരു രാജാവ് മരിച്ചു കഴിഞ്ഞാൽ ആ രാജ്യം ഛിന്നഭിന്നമായി പോകുന്നുള്ളതിന് ഒരു സംശയമില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും സദ്ദാം ഹുസൈൻ ഉണ്ടായിരുന്ന കാലത്തോളം ഇറാഖിനെ തൊടാൻ എല്ലാവർക്കും പേടിയായിരുന്നു. നന്മയോ തിന്മയോ ഒന്നുമല്ല ഞാൻ പറയുന്നത്, ബിക്കോസ് ഹി വാസ് സോ സ്ട്രോങ്. പക്ഷേ സദ്ദാം ഹുസൈൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറാഖ് നാനാവിധമായി പോകുന്ന ഒരു സ്റ്റേജ്. എന്നതുപോലെ ഉസിയാവ് മരിച്ച സമയത്തെ യെശയ്യാവിൻ്റെ പേടി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ എല്ലാവരെയും വെറുപ്പിച്ച, എല്ലാവരെയും കീഴടക്കിയ ഒരു രാജാവാണ്. അതുകൊണ്ട് ഇവൻ മരിച്ചു കഴിയുമ്പോൾ നാച്ചുറലി എന്തോ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരും കൂടെ യെരൂശലേമിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് നാച്ചുറലി. അപ്പോൾ യെശയ്യാവിന് ഭയങ്കര ഒരു പ്രയാസം. എൻ്റെ ദൈവമേ, യെരൂശലേം എല്ലാവരും കൂടെ വന്ന് നശിപ്പിച്ച് കളയുമോ? ഇവിടെ ഇരിക്കാനൊരു രാജാവില്ലല്ലോ, ഇവൻ്റെ മോനൊരു ചെറുക്കനെ, അവനെ കൊണ്ടൊന്നും ഇതൊന്നും പറ്റത്തില്ല. ഉസിയാവ് മരിച്ചു കഴിഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് എവിടുന്നാണ് രക്ഷ വരുന്നത്? നാച്ചുറലി അവനൊരു സംശയം ഉണ്ടാകും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ ആശ്രയിച്ചിരുന്നതായ ആളുകൾ നമ്മളെ കൈവിടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതായ ചില കാര്യങ്ങൾ തകിടം മറിയുമ്പോൾ നമുക്ക് നാച്ചുറലി ഒരു ചിന്തയുണ്ടാകും, ഇനി ആരാ സഹായിക്കുന്നത്, ഇനി എവിടുന്നാണ് സഹായം വരുന്നത്? ഇല്ലേ? അങ്ങനെയൊക്കെ നമുക്കുണ്ടാകുമോ? ഇല്ലേ? ആർക്കും അങ്ങനെ ഉണ്ടാകത്തില്ലേ? ഉണ്ടാകും. പക്ഷേ ഇവിടെ കർത്താവ് അവനെ ഒരു വലിയൊരു പാഠം പഠിപ്പിക്കുകയാണ്. ആരെ? യെശയ്യാവിനെ. എന്താ യെശയ്യാവിനോട് കർത്താവ് സംസാരിക്കുകയല്ല, അവനൊരു ദർശനം കൊടുക്കുകയാണ്. ആ ദർശനത്തിൽ അവൻ കാണുന്നത് എന്താണ്? ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. എന്താണ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനം? ഹീ ഈസ് ഹൈ ആൻഡ് ലിഫ്റ്റഡ് അപ്പ്. എന്താ അതിൻ്റെ അർത്ഥം? ഒരു പ്രത്യേകമായ കാര്യമാണ് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. യെശയ്യാവേ, നീ എന്നെ ഇത്രയ്ക്കങ്ങ് വൈ യു ആർ ഡൗൺ, നീ എന്താ ഇങ്ങനെ മനസ്സ് മടുത്തിരിക്കുന്നത്? ഉസിയാവ് മരിച്ചില്ലേ? എടാ, ഉസിയാവിൻ്റെ സിംഹാസനം അല്ല ഉയരെയിരിക്കുന്ന സിംഹാസനം. എൻ്റെ സിംഹാസനം ലോകത്തിലെ എല്ലാ സിംഹാസനങ്ങൾക്കും മുകളിലാണ്. അവൻ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ. ഇറ്റ് ഈസ് ഹൈ ആൻഡ് ലിഫ്റ്റഡ് അപ്പ്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവരുടെ സിംഹാസനം തകർന്നു പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ തുണയായിരുന്ന ആളുകൾ ഇല്ലാതെയായി പോകുമ്പോൾ, നമ്മൾ പ്രതീക്ഷ വച്ചിരുന്നതായ നമ്മുടെ സമ്പാദ്യങ്ങൾ ഇല്ലാതെയായി പോകുമ്പോൾ, നമ്മൾ ആശ വച്ചിരുന്ന നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ, ഇതിൻ്റെ എല്ലാം മുകളിൽ ഒരു സിംഹാസനമുണ്ട്. അതാണ് നമ്മുടെ കർത്താവിൻ്റെ സിംഹാസനം. അത് കർത്താവ് നമുക്ക് നൽകുന്ന ഒരു ഉറപ്പാണ്. കാര്യം, വാഴുന്നത് യഥാർത്ഥത്തിൽ യഹോവയാണ്. പണമല്ല വാഴുന്നത്, പദവികളല്ല വാഴുന്നത്, സമ്പത്തല്ല വാഴുന്നത്, ആരോഗ്യമല്ല വാഴുന്നത്. ഇതൊക്കെ നശിച്ചാലും ഒന്നും സംഭവിക്കാനില്ല.
യെശയ്യാവ് മരിച്ചാൽ നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്ന നമ്മുടെ ഉസിയാവ് മരിച്ചാൽ ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ഇനി മേലാൽ ആശ്രയം ഉസിയാവിൽ വെക്കരുത്. ഇനി നമ്മുടെ പണത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നേക്കരുത്. നെഞ്ചും വിളിച്ച് നടക്കരുത്. നെഞ്ചും വിളിച്ച് നടന്നാലൊക്കെ കഴിഞ്ഞ ആഴ്ച കണ്ടല്ലോ, 2 ആഴ്ച മുമ്പ് ആരുണ്ടാ എന്നെ തടയാൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നടന്ന പാർട്ടികൾ വെള്ളം വന്നപ്പം നെഞ്ചും പിടിച്ച് നിന്നു. പക്ഷേ വെള്ളത്തിൽ ഇതൊന്നും വിഷയമല്ല. വെള്ളത്തിന് മുമ്പ് നെഞ്ചും പിടിച്ച് നിന്നാൽ വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ആശ്രയം ആരിൽ തന്നെ ആയിരിക്കണം? യഹോവയിൽ, ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്ന കർത്താവിൽ. ബാക്കിയുള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രത്യാശ വയ്ക്കുന്നത്, പ്രതീക്ഷ വയ്ക്കുന്നത് നിർത്ത്. ഒരു പക്ഷേ ഉസിയാവിനെ പോലെ നിങ്ങൾ പ്രബലനായി തീർന്നേക്കാം. ഒരു പക്ഷേ നിങ്ങളുടെ പണം നിങ്ങളെ ഒത്തിരി സഹായിച്ചെന്നിരിക്കും. പക്ഷേ ഒരു ദിവസം കൊണ്ട് പോകാനുള്ളതേ ഉള്ളല്ല. നമ്മുടെ ജീവിതത്തിലെ ഏത് കാര്യങ്ങളും നൈമിഷികമാണ്. നിന്നെ അന്ത്യം വരെ ചുമക്കാമെന്ന് പറയുന്ന ഒരു ഓല് വിട്ടേച്ച് പോകും. നമുക്ക് ആരിലും പ്രതീക്ഷ വയ്ക്കാൻ പറ്റില്ല. ആരിലും പ്രതീക്ഷ വയ്ക്കണ്ട. ആരിൽ വെച്ചാൽ മതി? ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്ന നമ്മുടെ കർത്താവ്. അത് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെറും ശൂന്യമായിട്ടേ തോന്നത്തുള്ളൂ. പലപ്പോഴും എന്തുകൊണ്ടാണ് നമ്മൾ ഇതിലൊക്കെ ആശ്രയിക്കുന്നത്? അതിനപ്പുറത്തെ സിംഹാസനം. ഇതുവരെ യെശയ്യാവ് കണ്ടുകൊണ്ടിരുന്നത് ഉയർന്നിരിക്കുന്ന ഉസിയാവിൻ്റെ സിംഹാസനമാണ് അവൻ കണ്ടുകൊണ്ടിരുന്നത്. അത് അവൻ്റെ ഒരു പാളിച്ചയാണ്. അവൻ അങ്ങോട്ടല്ലായിരുന്നു നോക്കേണ്ടത്. എങ്ങോട്ടായിരുന്നു നോക്കേണ്ടത്? ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്ന യഹോവയായിരുന്നു അവൻ കാണേണ്ടിയിരുന്നത്. നമ്മുടെ ചുറ്റുപാടും ഉയർന്നിരിക്കുന്ന സിംഹാസനങ്ങൾ പലതുണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ കാഴ്ച അതിലേക്കല്ല. നമ്മുടെ കാഴ്ച എല്ലാ സിംഹാസനങ്ങൾക്കും മുകളിൽ, എല്ലാത്തിനും മുകളിൽ, എല്ലാത്തിനും മീതെ, ദ ഹൈ ആൻഡ് ലിഫ്റ്റഡ് അപ്പ്, ദ ത്രോൺ ദാറ്റ് ഈസ് ഹൈ ആൻഡ് ലിഫ്റ്റഡ് അപ്പ്, ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്ന കർത്താവ്. എന്നാൽ ആ ദൈവത്തെ അവൻ കണ്ടപ്പോൾ, ദൈവം ശക്തനാണ് എന്നുള്ള, അതൊക്കെയാണ് ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം. നമ്മളെപ്പോഴും പ്രസംഗിക്കുമ്പോഴെല്ലാം പറയുന്നത് അവർ ഗാഡ് ഈസ് ഏബിൾ. ഇത് എല്ലാവരും അങ്ങ് പറയുന്നത്. ഇവിടെ വന്ന് ആര് പ്രസംഗിച്ചാലും പറയുന്നത് നിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും മാറ്റുവാൻ കർത്താവ് ശക്തൻ എന്നൊക്കെയാണ് പറയുന്നത്. അതിനിപ്പം പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അത് എല്ലാവർക്കും അറിയാം. നമുക്ക് തന്നെയല്ല. ചിലപ്പോൾ ഞാൻ പറയാറുണ്ട്, നീ വിശ്വസിക്കുക. എന്തോ വിശ്വസിക്കണം? ദൈവത്തിനെല്ലാം കഴിയുമെന്ന് വിശ്വസിക്കുക. എടാ, ഇത് ദൈവത്തിനെല്ലാം കഴിയുമെന്ന് വിശ്വസിക്കുന്നത് നമ്മളെക്കാളും പറ്റിയൊരു പാർട്ടിയുണ്ട്, സാത്താനും വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന് എല്ലാം കഴിയുമെന്ന്. അതൊന്നും അല്ല വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ആശ്രയമാണ്. വിശ്വാസം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി റിലേഷനാണ്. അല്ലാതെ വെറുതെ തലയിലൂടെ പോകുന്ന ഒരു കാര്യമല്ല ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതുതന്നെയല്ല ദൈവത്തിനെല്ലാം കഴിയുമെന്നുള്ളതിനകത്ത് എന്താ ഇത്ര, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അതിനകത്ത് വലിയ ന്യൂസൊന്നുമില്ല. വലിയ ന്യൂസ് വാല്യൂ ഇല്ലാത്ത ഒരു സാധനമാണ് ദൈവത്തിനെല്ലാം കഴിയും. അത് ദൈവത്തിനെല്ലാം കഴിയുമെന്നുള്ള എല്ലാവർക്കും അറിയാം. അതറിയാൻ വയ്യാത്ത ആരുമില്ല. പക്ഷേ ഇവിടെ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ യെശയ്യാവ് കണ്ടപ്പോൾ കർത്താവ് അവൻ്റെ കാഴ്ചയ്ക്കൊരു വ്യതിയാനം കൊടുത്തു. അതാണ് ദർശനം. കാഴ്ച വേറെ, ദർശനം വേറെ. ആ ദർശനമുണ്ടാകാൻ അവൻ അതിൻ്റെ കൂട്ടത്തിൽ കണ്ട ഒരു കാര്യമുണ്ട്. സറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. സറാഫുകൾ ഹെവൻലി ബീയിങ്സ് ആണ്. അപ്പോൾ സറാഫുകൾ അവൻ്റെ ചുറ്റും നിൽക്കുന്നുണ്ട്. അവരിൽ ഓരോ സറാഫിനും 6 ചിറകുകളുണ്ടായിരുന്നു. നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്ക്. ഈ 6 ചിറകുകൾ അവരെന്തിനാണ് ഉപയോഗിച്ചത്? 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് അവർ കാൽ മൂടി, 2 കൊണ്ട് പറന്നു. എന്ത് ഇവർ മുഖം മൂടാനുള്ള കാരണം? വായ്. നമ്മളിപ്പോൾ പെട്ടെന്ന് കൈയെടുത്ത് നെറ്റിക്ക് വെക്കുന്നത്, അല്ലെങ്കിൽ കണ്ണടയ്ക്കുന്നത് എപ്പോഴാണ്? നമ്മൾ കണ്ണിലേക്ക് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു വെളിച്ചം വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതായത് അൺബെയറബിളായിട്ടുള്ള ഒരു ലൈറ്റ് അത് വരുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് കണ്ണുകൂത്തും. നമ്മൾ ഏതെങ്കിലും തീയുടെ അടുത്തോട്ട് ചെല്ലുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ദേഹം പൊത്തും. ഇവിടുത്തെ പ്രത്യേകത എന്താ? ഈ സറാഫുകൾ കൂളായിട്ട് നിൽക്കുകയല്ല. സൈന്യങ്ങളെ പരിശുദ്ധൻ പരിശുദ്ധൻ പറഞ്ഞുകൊണ്ട് മുട്ടയെ കുത്തി നിന്ന് ആരാധിക്കുകയൊന്നുമല്ല. നമ്മുടെ ചിന്ത അതാണ്.
മുട്ടക്കുത്തി നിന്ന് ആരാധിക്കുകയെന്ന്. സറാഫുകൾ ആരാധിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരാധനയേ അല്ല. എന്താ ഇവിടെ പറയുന്നത്? ഓരോരുത്തനോടൊരുത്തൻ സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ 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 എന്നാണ് പറയുന്നത്. അല്ലാതെ അവർ ദൈവത്തെ നോക്കി പറയുകയല്ല ശരിക്കും പറഞ്ഞാൽ. ആണോ? അല്ല. എന്താ ഇവരിങ്ങനെ പറയാൻ കാര്യം? കണ്ണ് പൊത്തിക്കൊണ്ട് ഒരു സറാഫ് പറയുക, ഇവിടെ ഇവൻ എത്ര പരിശുദ്ധനാ, അവനെ നമുക്കൊന്ന് നോക്കാൻ പോലും പറ്റുന്നില്ലല്ലോ, എന്തോ പരിശുദ്ധിയായത്, ഹൗ ഹോളി ഹീസ്. ഒരുതൻ ദേഹം മറച്ചുകൊണ്ട് പറയാ, അയ്യോ അവൻ്റെ അടുത്തോട്ട് നമുക്ക് അടുക്കാൻ പറ്റുന്നില്ലല്ലോ, ഹൗ ഹോളി ഹീസ്, ഇവൻ എന്തൊരു പരിശുദ്ധനാ. ഒരുതൻ പറഞ്ഞോണ്ട് പറയാ, എനിക്ക് ഇവൻ്റെ സന്നിധിയിലൊന്നും നിൽക്കണമെന്നുള്ള, പക്ഷെ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ, ഇവൻ എന്തൊരു പരിശുദ്ധനാ. ദൈവത്തിൻ്റെ പരിശുദ്ധിയെ, ദൈവത്തിൻ്റെ ഹോളിനെസ്സിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സഹിക്കാൻ കഴിയുന്നില്ല അവർക്കത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ദർശനം എന്ന് പറയുന്നത് ദൈവദർശനമാണ്. എങ്ങനെയുള്ള ദൈവം? ദ ഹോളി ഗാഡ്. അപ്പം നമ്മൾ കാണേണ്ട ദൈവികമായ കാഴ്ച എന്ന് പറയുന്നത്, ഒന്നാമത് കാണേണ്ടത് ദൈവത്തിൻ്റെ ഹോളിനെസ്സാണ്. നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. ദൈവം സ്നേഹവാനാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ അവൻ സ്നേഹവാനാണ്, ദൈവം സ്നേഹമുള്ളവനാണ്, ഒരു കുഴപ്പമില്ലടാ. ഞാൻ ഇന്നലെ എഡ്ഹൈസിൽ പറഞ്ഞതുപോലെ, ഹെയ്നെ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞാണ്, ഗാഡ് വിൽ ഫോർഗിവ്, ദാറ്റ് ഈസ് ഹിസ് ട്രേറ്റ്. അവൻ്റെ ജോലി ക്ഷമിക്കുക എന്നുള്ളതാണ്. നീ എന്തോ കാണിച്ചാലും ഒരു കുഴപ്പമില്ല, അവൻ സ്നേഹമാണ്, അതുകൊണ്ട് എന്ത് ചെയ്തോളും, എല്ലാം ക്ഷമിച്ചോളൂ, ഒരു കുഴപ്പമില്ല, എന്തോ വേണമെങ്കിലും കാണിച്ചോളൂ പോലെ. യു നോ വാട്ട് ഹാപ്പൻസ്? സ്നേഹത്തെക്കുറിച്ചുള്ള ദർശനം ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്കുണ്ടാകേണ്ടതായ വെളിപ്പാട് അവൻ വിശുദ്ധനാണെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള വലിയ ഒരു വെളിപ്പാട് ഇന്ന് ദൈവസഭയ്ക്ക് വേണം. അതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് വിറയലില്ലാത്തത്. We are not seeing a holy God. But when Isaiah was seeing God, and God was communicating with him in a vision, and God says, I am holy. അവൻ പറയുകയല്ല, അവൻ അറിയുകയാണ്. ഈ സറാഫുകൾ അത്ര ചെറിയ പാട്ടുകളൊന്നുമല്ല. അവർ സംസാരിക്കുന്ന ശബ്ദത്തിൽ, അവർ ആർക്കുന്ന ശബ്ദത്താൽ ആലയത്തിൻ്റെ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. ഇവർ വർത്തമാനം പറഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ഉമ്മരപ്പടികൾ കിലുങ്ങാൻ തുടങ്ങിയെന്ന്. ഇവിടെ മൈക്കും വെച്ച് ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ ഒന്നും കുലുങ്ങുന്നില്ല. പക്ഷേ ഇവരുടെ സംസാരത്തിൽ ആലയത്തിൻ്റെ ഉമ്മരപ്പടികൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. എന്തോരും ശക്തന്മാരായ സറാഫുകൾ. പക്ഷെ ആ സറാഫുകൾക്ക് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ല. ഒരു സാധാരണ മനുഷ്യൻ്റെ കാര്യമല്ല. ഇത്രയും ശക്തിയുള്ള, അവരുടെ ശബ്ദം കൊണ്ട് ആലയത്തിൻ്റെ ഉമ്മരപ്പടികൾ കുലുങ്ങുകയും ആലയം പുക കൊണ്ട് നിറയുകയും ചെയ്യുന്ന ആ സറാഫുകൾക്ക് ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്നില്ല. അവർ പറയുക, എന്തൊരു വിശുദ്ധനാണ് ഇവൻ. എബ്രായ ഭാഷയിൽ ഈ സൂപ്പർലെറ്റീവ്സ് ഉപയോഗിക്കാനായിട്ട് സ്പെസിഫിക് വാക്കുകളില്ല. നമുക്ക് ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്നൊക്കെ നമുക്ക് പല വാക്കുകളുണ്ട്. ഈസ് ഗുഡ്, ഈസ് ബെറ്റർ ദാൻ എനിബഡി, ആൻഡ് ഹീ ഈസ് ദ ബെസ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എബ്രായ ഭാഷയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്കുകൾ ആവർത്തിക്കുകയാണ്. ബെറ്റർ എന്ന് പറയണമെങ്കിൽ, ഗുഡ് എന്ന് പറഞ്ഞാൽ അവർ ഗുഡ്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാണ്. ബെറ്റർ എന്ന് പറയണമെങ്കിൽ ഗുഡ് ഗുഡ് എന്ന് പറയും. ബെസ്റ്റ് എന്ന് പറയണം, ഈസ് ഗുഡ് ഗുഡ് ഗുഡ്, ദാറ്റ് മീൻസ് ഈസ് ദ ബെസ്റ്റ്. ഇതേപോലെ ഹോളി എന്ന് പറഞ്ഞിട്ട് അവർക്ക് പോരാ. കാര്യം, ഹോളി എന്ന ഒരു വാക്കുകൊണ്ട് ഇവർ നിർത്തുന്നില്ല. കാരണം അവൻ്റെ ഹോളിനെസ് പറയാനായിട്ട് കൂടുതൽ, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഹോളി, he is the holiest, he is the holy of, they say that he is the holy of holies. അവൻ വിശുദ്ധിയുടെ അപ്പുറത്തെ, അതായത് അവർക്ക് കൺസീവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, ഈസ് ദ മോസ്റ്റ് ഹോളി. അത് അതിനപ്പുറത്തൊന്നുമില്ല. അതാണ് ദൈവത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത്. നമ്മളൊക്കെ പറയും അവൻ വിശുദ്ധനായ ഒരു മനുഷ്യനാണ്. ആ വിശുദ്ധി അല്ല ദൈവത്തിൻ്റെ വിശുദ്ധി. അവൻ പരിശുദ്ധനാണ്. അതായത് അതിനപ്പുറത്തൊരു വിശുദ്ധിയില്ല. വിശുദ്ധിയുടെ ആ ഏറ്റവും നമുക്ക് കൺസീവ് ചെയ്യാവുന്നതിൻ്റെ അങ്ങേയറ്റം, അത് നമുക്ക് മാനുഷികമായിട്ട് ഇത്രേ പറ്റുള്ളൂ. സറാഫുകൾക്ക് പോലും അവൻ്റെ വിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്നില്ല. എത്ര വിശുദ്ധനായ ഒരു ദൈവം. ദൈവത്തിൻ്റെ മറ്റ് ആട്രിബ്യൂട്ട്സൊക്കെ ഒറ്റ വാക്കുകൊണ്ട്, ദൈവം സ്നേഹമാകുന്നു, അവൻ സ്നേഹമാകുന്നു 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 എന്ന് പറഞ്ഞില്ലല്ലോ. അവൻ കരുണയുള്ളവനാണ്.
കരുണയുള്ളവനാണെന്ന് പറയുന്നില്ല. അവൻ കൃപയുള്ളവനാണെന്ന് പറയുന്നില്ല. പക്ഷെ അവൻ വിശുദ്ധനാണെന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുന്നത്? സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് അവൻ്റെ ഹോളിനെസ്സാണ്. ആ ഹോളിനെസ്, അവൻ കരുണയുള്ളവനാണെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അവൻ്റെ വിശുദ്ധിയെക്കുറിച്ച് ദർശനമില്ലാതെ കരുണയെക്കുറിച്ച് മാത്രം പ്രസംഗിച്ചാൽ എന്ത് തോന്നിവാസം കാണിച്ചിട്ട് നമ്മൾ കയറി ചെല്ലും. പക്ഷെ അവൻ്റെ വിശുദ്ധിയെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു അശുദ്ധിയിലേക്ക് നമ്മളെ കരങ്ങളെ നീട്ടുകയില്ല. ഈസ് ദ മോസ്റ്റ് ഹോളി പേഴ്സൺ. അവനെപ്പോലെ വിശുദ്ധൻ ഇല്ല. അതുകൊണ്ട് ഈ സറാഫുകൾ അല്ലെങ്കിൽ സറാഫുകൾ അവൻ്റെ മുമ്പിൽ അവൻ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് പറഞ്ഞപ്പോൾ യെശയ്യാ പറയാണ്, വോ അൺടു മീ, ഐ ആം അൺഡൺ. എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. നോക്കുക, യെശയ്യാവ് പറയുക, സീ ഹു ആം ഐ? I'm an unholy person. I'm a man with unholy lips. You see, he is not an ordinary person. അവനൊരു സാധാരണക്കാരനല്ല, അവനൊരു പ്രവാചകനാണ്. ഇപ്പോഴല്ല പ്രവാചകനായത്, വർഷങ്ങളായിട്ട് അവൻ എന്താണ്? പ്രവാചകനാണ്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് വോ അൺടു യു, വോ അൺടു യു, നിനക്കയ്യോ കഷ്ടം, നിനക്കയ്യോ കഷ്ടമെന്നാണ്. ഇപ്പോൾ അവനിലേക്ക് തന്നെ നോക്കി. എങ്ങനെ നോക്കി? നേരത്തെ അവൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ അവൻ നോക്കിയപ്പോഴൊക്കെ അവൻ ബെറ്ററായിരുന്നു. കാര്യം അവൻ നോക്കിയത് മറ്റുള്ളവരെയാണ്. മറ്റുള്ളവരുടെ വെളിച്ചത്തിൽ അവനെ തന്നെ കണ്ടിട്ടുണ്ട്. നമ്മൾ തന്നെ പറയുമല്ലോ, സൂസിയുടെ അത്രയും പ്രശ്നങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. സൂസി എന്നുള്ള പേരല്ല ഇതിനകത്തെ വിഷയം. തോമാച്ചനോ, അവനെ വെച്ച് നോക്കിയാൽ ഞാൻ എത്ര നല്ലവനാണ്, ഇല്ലേ? പ്രിയമുള്ളവരെ, ദൈവം കമ്പയർ ചെയ്യുന്നത് തോമാച്ചനെയും സൂസിയെയും ശാന്തമ്മയും വെച്ചൊന്നും അല്ല. ദൈവം കമ്പയർ ചെയ്യുന്നത് അവൻ്റെ പുത്രനെ വെച്ചാണ്. ഹല്ലേലൂയ. യെശയ്യാവ് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്നാണെന്നറിയാമോ? ഈ വിശുദ്ധനായ ദൈവത്തെക്കുറിച്ചുള്ള കൃത്യമായ ദർശനമില്ലാഞ്ഞതുകൊണ്ടാണ്. എന്നാൽ ആ ദർശനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, അയ്യോ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. വോ അൺടു മീ, ഐ ആം അൺഡൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനില്ല എന്നാ. ഐ ആം അൺഡൺ, ഞാൻ ഇല്ലാതെ ആയിപ്പോയി. എന്നറിയാമോ? ഈ സറാഫുകൾക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞില്ലല്ലോ, അവർക്ക് അവനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. ഞാനുണ്ടോ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ എൻ്റെ കണ്ണ്, അവിടെ അതാണ് പ്രശ്നം. അവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ. സറാഫുകൾക്ക് നോക്കാൻ കഴിയാത്ത ആ വിശുദ്ധനായ ദൈവത്തെ എൻ്റെ കണ്ണ് കണ്ടിട്ട് ഞാൻ ഉണ്ടോ, അതോ ഞാൻ കത്തിക്കരിഞ്ഞു പോയോ എന്നാണ് ഇവൻ്റെ സംശയം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ. ഓരോ ദൈവ പൈതലിനും ഉണ്ടാകേണ്ട അടിസ്ഥാന ദർശനം ദൈവത്തിൻ്റെ ഹോളിനെസ്സാണ്, ദൈവത്തിൻ്റെ വിശുദ്ധി. ആ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് ഉള്ള വെളിപ്പാട് ലഭിച്ചില്ലെങ്കിൽ, അത് ലഭിക്കുമ്പോഴാണ് നമ്മൾ ആരാണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. യു നീഡ് ടു സീ യുവർസെൽഫ് ഇൻ ദ ലൈറ്റ് ഓഫ് ഗാഡ്. If you have not seen yourself in the light of God, you have not seen you any time. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രകാശത്തിൽ നിങ്ങളെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളെ ഒരിക്കലും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ സെൽഫ് റൈച്ചിയസ്നെസ്സെല്ലാം വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ ബെറ്റർ ആണെന്ന്. ബട്ട് യു നീഡ് ടു സീ യുവർ സെൽഫ് ഇൻ ദ ലൈറ്റ് ഓഫ് ഗാഡ്. അപ്പോൾ ഒന്നാമത്തെ ദർശനം വിശുദ്ധനായ ദൈവത്തെക്കുറിച്ച്, രണ്ടാമത്തെ ദർശനം അശുദ്ധനായ എന്നെക്കുറിച്ച്. വിശുദ്ധനായ ദൈവത്തെക്കുറിച്ചൊരു ദർശനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആരും പ്രത്യേകിച്ച് എഴുതി കൊടുക്കുകയൊന്നും വേണ്ട, ഞാനൊരു പാപിയാണെന്നൊന്നും. അവൻ കരയാൻ തുടങ്ങും. ഞാൻ രക്ഷിക്കപ്പെടുന്ന ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനൊരു വീട്ടു പ്രാർത്ഥനയ്ക്ക്, അന്ന് വരെ ഞാൻ ഇതുപോലുള്ള മീറ്റിങ്ങിനൊന്നും പോയിട്ടൊന്നുമില്ല. ഒരു വീട്ടു പ്രാർത്ഥനയ്ക്ക് എന്നെ വീട്ടിൽ വന്ന് കുറച്ച് പേര് വന്ന് വിളിച്ചു. ഞാൻ അവിടെ ചെന്ന് അന്ന് കസേരയൊന്നുമില്ല, ഒരു വീടിൻ്റെ പ്രാർത്ഥനയാണ്. വീട്ടിൻ്റെ പ്രാർത്ഥനയല്ല, മീൻസ് അവർക്ക് ചർച്ച ഒന്നുമില്ല.
ഒരു വീട്ടിലാണ് അവരുടെ ആരാധന. ഒരു വൈകുന്നേരമാണ്, രാത്രിയിലാണ്. അപ്പം ഞാൻ നോക്കി, നിലത്ത് ആണ് എല്ലാവരും ഇരിക്കുന്നത്. ഞാനും പോയി മുട്ടുമടക്കി ഇരിക്കാമെന്ന് വെച്ച് അവരുടെ എല്ലാവരുടെയും മുഖത്തൊക്കെ ഒന്ന് നോക്കി. ഞാൻ മുഖത്തൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് ഗാഡ് ദെയർ. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നിൽക്കുന്നത് എനിക്കങ്ങ് തോന്നി. ഈ മുന്നിലിരിക്കുന്നവരെല്ലാവരും വിശുദ്ധരും, ഞാൻ ഒരുത്തൻ മാത്രം അശുദ്ധനുമാണെന്ന് എനിക്ക് പെട്ടെന്നങ്ങ് തോന്നി. പകുതി മുട്ടുമടക്കിയിട്ട് ഞാൻ ഇരിക്കാതെ എഴുന്നേറ്റ് പോയി. കാര്യം എനിക്കവിടെ ഇരിക്കാൻ പറ്റിയില്ല. ഐ ഫെൽറ്റ് ഐ എം മിസ്ഫിറ്റ്. ഐ എം ദി ഓൺലി പേഴ്സൺ ഹു ഇസ് എ സിന്നർ. ഐ വെൻറ്റ് ഔട്ട് സൈഡ്. ഇറ്റ് വാസ് നൈറ്റ്. കുറച്ച് ദൂരെ പോയിട്ട് ഐ സ്റ്റാർട്ടഡ് ക്രൈയിങ്. എനിക്ക് എന്തോ വിളിക്കേണ്ടത്, യേശുവെന്ന് പോലും വിളിച്ചില്ല. ദൈവമേ, ഞാനൊരു പാപിയാ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിയ ആ ദൈവ സാന്നിധ്യ ബോധം, അവൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ബോധം, അതാ ശരിക്കും സഭ. ഒരു സഭയിൽ അശുദ്ധനായ ഒരു വ്യക്തി വരുമ്പോൾ കംഫർട്ടല്ല തോന്നുന്നത്, അല്ല തോന്നേണ്ടത്. ഓ, ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് നിൽക്കാൻ കഴിയുമോ? പത്രോസ് യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? അതുവരെ വലിയ കാര്യമല്ല, കർത്താവേ വന്നാട്ടെ, എൻ്റെ പടകിലിടുന്നോ, ദാറ്റ്സ് ഫ്രീ, യുനോ, ഐ ആം റെഡി ടു ഗിവ് യു എനിത്തിങ്, ഈവൻ മൈ യു ക്യാൻ യൂസ് മൈ ബോട്ട്. കർത്താവിനെ ഏതാണ്ട് ഔദാര്യം ചെയ്യുന്നത് പോലെയൊക്കെ പത്രോസ് ഇങ്ങനെ ചിന്തിച്ച് വലിയ കാര്യമായിട്ട് കർത്താവിനെ സഹായിച്ചെന്നും വെച്ചിരുന്ന സമയത്താണ് അവൻ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ മുഖം കാണുന്നത്. അപ്പോൾ അവൻ എന്തു പറഞ്ഞു? മുട്ടുമടക്കി കരഞ്ഞുകൊണ്ട്, ലോർഡ് ഡിപ്പാർട്ട് ഫ്രം മീ ഓ ലോർഡ് ഫോർ ഐ ആം എ സിന്നർ. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ. ദൈവദർശനത്തിൽ നമ്മളെ കാണുമ്പോഴാണ് നമ്മൾ പാപിയാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുന്നത്. ആ ബോധ്യം ഉണ്ടാകാതെ ഒരാൾക്കും പാപമോചനം ഉണ്ടാകും. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, പാപബോധം ഉണ്ടാകുന്നില്ല. ഇന്ന് പ്രസംഗകർ പോലും പാപിയാണെന്ന് നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ പാപികളാണെന്ന് പ്രസംഗിക്കുന്നവർ പോലുമില്ല. അങ്ങനെ പ്രസംഗിക്കരുതെന്നാണ് പലരും പറയുന്നത്. പ്രസംഗിക്കരുതെന്ന്. ഞാനൊരു പാശ്ചാത്യ രാജ്യത്ത് ചെന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞു, സാജു, ഈ സോഷ്യൽ ഡ്രിങ്കിങ്ങിനെ കുറിച്ചൊന്നും അങ്ങനെ പ്രത്യേകിച്ച് പറയണ്ട, കാര്യം അതൊക്കെ ഇവിടെ കോമണാണ്, ഇനിയിപ്പോൾ നമ്മളായിട്ട് അതിനെക്കുറിച്ചൊന്നും പറയണ്ടെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകുടുംബം ചില കള്ളു കുടിക്കുന്നത്, അതിനൊന്നും ഈ പിള്ളേരെ ഒന്നും ഇനിയൊന്നും പറയണ്ട. കാര്യം അവർക്ക് പേടിയാണ് അത് പറയാൻ. പിള്ളേർ അടുത്ത ആഴ്ച വന്നില്ലെങ്കിലോ എന്നാണ്. ഇവിടെ പിള്ളേർ വന്നാലും വന്നില്ലെങ്കിലും പാപം പാപമാണെന്ന് പറയണം. പാപം പാപമാണെന്ന് പറയാതെ കുറേ എണ്ണം ഇങ്ങോട്ട് കയറി ഇരുന്നിട്ട് എന്തെടുക്കാനാ? എന്തിനാ ഇവനെ അകത്തോട്ട് വലിച്ചു കയറ്റുന്നത്? അവൻ പാപബോധം ഉണ്ടാകുന്നില്ലെങ്കിൽ ഇവൻ രക്ഷിക്കപ്പെടുമോ? അവൻ സ്വർഗത്തിൽ പോവുമോ? എൻ്റർടൈൻമെൻറ്റ് കൊടുത്ത് അവനെ അകത്ത് കയറ്റിയിരുത്തി എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഇവനെ? യഥാർത്ഥത്തിൽ യെശയ്യാവിന് ദൈവദർശനം ഉണ്ടായപ്പോൾ അവൻ പറയാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളൊരു മനുഷ്യൻ. രണ്ടാമത്തെ ഈ ദർശനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൻ കരയുക. അവൻ ശരിയായിട്ടുള്ള അനുതാപം അവനുണ്ടായി. അനുതാപം ഉണ്ടായി കഴിഞ്ഞപ്പോൾ സറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൻ്റെ കൊളിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്ന് നിൻ്റെ വായ്ക്ക് തൊടുവിച്ചു, ഇതാ ഇത് നിൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, പാപബോധമുണ്ടാകാത്ത ഒരുവനെ എൻ്റെ പാപം ഒരിക്കലും ക്ഷമിക്കപ്പെടത്തില്ല. ഇവിടുത്തെ പ്രശ്നം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ പാപബോധം ആർക്കും ഉണ്ടാകുന്നില്ല, ആരും പ്രസംഗിക്കുന്നില്ല. നമ്മളെല്ലാം നമ്മുടെ കുറച്ച് പ്രശ്നങ്ങളും കൊണ്ടാണ് വരുന്നത്. എൻ്റെ ജോലി ശരിയായില്ല, എനിക്കിപ്പം അസുഖമാണെന്ന് ഡോക്ടർ പറഞ്ഞു, പ്രത്യേകം പ്രാർത്ഥിക്കണം, പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 100 പ്രാർത്ഥനാപേക്ഷയുമായിട്ടാണ് നമ്മൾ വരുന്നത്. ഇവരൊന്ന് പ്രാർത്ഥിച്ചു ഇറങ്ങിപ്പോകും. ഒരിക്കലും പാപബോധം ഉണ്ടാകുന്നില്ല. അങ്ങനെ ചിലപ്പം പ്രാർത്ഥന ദൈവം കേട്ടിട്ട് ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ നമ്മൾ വലിയ വിശുദ്ധന്മാരൊന്നും അല്ലെങ്കിലും ചില സമയത്തൊക്കെ കർത്താവ് എന്ത് ചെയ്യും? മനസ്സരിഞ്ഞ് നമ്മളെ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തു തരും. അതിപ്പം ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ആരാണെങ്കിലും ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലയോ, കർത്താവിന് മനസ്സരിയുണ്ട്. അതുകൊണ്ട് രോഗിയായ ഒരുത്തം വന്ന് പ്രാർത്ഥിച്ചെന്ന് വെച്ചു, ചിലപ്പോൾ രോഗം അങ്ങ് സൗഖ്യമായെന്നിരിക്കും. പക്ഷേ ഇവൻ്റെ ചിന്ത ഞാനിപ്പോൾ ദൈവരാജ്യത്തിനകത്താണെന്ന അല്ല. അത് ദൈവം ആർക്ക് വേണ്ടിയും ചെയ്തു കൊടുക്കും. അത് വിശ്വാസിക്ക് വേണ്ടിയും അവിശ്വാസിക്ക് വേണ്ടിയും ദൈവം ചെയ്തു കൊടുക്കും. അതുകൊണ്ട് നിങ്ങളുടെ രോഗം സൗഖ്യമായതുകൊണ്ടോ ജോലി കിട്ടിയതുകൊണ്ടോ ഒന്നും നിങ്ങൾ സഭയ്ക്കകത്താണെന്ന് ചിന്തിക്കേണ്ട. സഭായോഗത്തിൽ വരുമെന്നുള്ളതല്ലാതെ
അതൊന്നും ദൈവം നിങ്ങളെ പാപം മോചിച്ചു എന്നുള്ളതിൻ്റെ തെളിവല്ല. അങ്ങനെ വന്ന ഒത്തിരി പേര് സഭയിലുണ്ട്. അവർക്ക് ഒരിക്കലും പാപബോധം ഉണ്ടായിട്ടില്ല. അവർ പാപമോചനത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ടില്ല. അവർ കരഞ്ഞിട്ടില്ല. അവർ പാപിയാണെന്നുള്ളൊരു ചിന്ത പോലും അവർക്കില്ല. അവരുടെ രോഗവും അവരുടെ ജോലിയും അവരുടെ പിള്ളേരുടെ വിദ്യാഭ്യാസവും അവരുടെ വീടിൻ്റെ വാടകയും ഇതൊക്കെയുള്ള അവർക്ക് പ്രശ്നം. അതൊക്കെ പ്രശ്നമാണ് എല്ലാവർക്കും അതൊക്കെ പ്രശ്നങ്ങളാണ്. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ അതൊക്കെ നടന്നെന്നിരിക്കും. അതുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുന്ന ആരും ചിന്തിക്കേണ്ട. സ്വർഗത്തിൽ പോകണമെങ്കിൽ സ്വർഗം വിശുദ്ധമാണ്. ആ വിശുദ്ധനായ ദൈവത്തിൽ നിന്ന് ആ തീക്കനൽ കയ്യിൽ തൊഴി. അതായത് എപ്പോഴാണ് സറാഫ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സറാഫ് ആദ്യമേ വന്ന് എടാ നാക്ക് നിന്നിട്ടാ നീ പാപിയാണെന്ന് ഏറ്റുപറ എന്നൊന്നും പറഞ്ഞതല്ല. അവന് പാപബോധമുണ്ടായി. അവൻ പൊട്ടിക്കരഞ്ഞിട്ട് ഞാൻ ജീവിച്ചിരിക്കാൻ പോലും യോഗ്യനല്ലെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ അങ്ങനെ ഒരു പാപബോധം നമുക്കുണ്ടായിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു പഴയ പ്രസംഗകർ ചെയ്തിരുന്നത്. പാപബോധം ആളുകൾക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പം പ്രസംഗകരാരും അത് പ്രസംഗിക്കുന്നില്ല. കാര്യം ആളെ കിട്ടത്തില്ല. ആളെ കൂട്ടണമെങ്കിൽ ഇതൊന്നും പറയരുത്. പക്ഷേ സഭയിൽ ആൾ കൂടിയാൽ പോരാല്ലോ. ഞാൻ പറയുന്നത് പോലെ പുറത്തുള്ളവരകത്ത് വരണം. പക്ഷെ അതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട്, അകത്ത് വന്നവനങ്ങ് മോളിൽ ചെല്ലണം. അല്ലാതെ പുറത്തുള്ളവനെല്ലാം അകത്ത് കയറിയതുകൊണ്ട് മാത്രം കാര്യമില്ല. അകത്ത് വന്നവനങ്ങ് മോളിൽ ചെല്ലണമെങ്കിൽ പാപമോചനം പ്രാപിക്കണം, വീണ്ടെടുപ്പ് പ്രാപിക്കണം, വീണ്ടും ജനിക്കണം. അപ്പോൾ സറാഫുകളിൽ ഒരുത്തൻ വന്നിട്ട് കനൽ അവൻ്റെ നാവിനെ തൊടുവിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ അനുതാപത്തെ സ്വർഗം അംഗീകരിച്ചിരിക്കുന്നു. ഈ കനൽ നിൻ്റെ നാവിനെ തൊട്ടതുകൊണ്ട് നീ ശുദ്ധനായി തീർന്നിരിക്കുന്നു. നിൻ്റെ അകൃത്യം നീങ്ങി. അവിടെ എഴുതിയിരിക്കുന്നത് വെറുതെ ആശ്വസിപ്പിക്കുകയല്ല. നമ്മൾ പറയുന്നത് ഒരുത്തൻ കരഞ്ഞു കഴിഞ്ഞാൽ അവനെ ആശ്വസിപ്പിക്കണം. ആശ്വസിപ്പിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല, പരിഹാരം ഉണ്ടാക്കണം. പാപിയായ ഒരുത്തൻ വന്നു കഴിഞ്ഞാൽ ഡോണ്ട് വറി, ഫീൽ ഗുഡ്. അതാ ഇപ്പോഴത്തെ അമേരിക്കയിലെയൊക്കെ ജോയൽ ഓസ്റ്റിൻ്റെയും മറ്റുള്ള സഭകളെല്ലാം പറയുന്നത്, യു ആർ എ സിന്നർ, ഡോണ്ട് വറി, ഗോഡ് ഈസ് നോട്ട് മാഡ് അറ്റ് യു. ജോയൽ ഓസ്റ്റിൻ്റെ വലിയ വർത്തമാനമാണ്, ഗോഡ് ഈസ് നോട്ട് മാഡ് അറ്റ് യു, സോ കം ടു ദ ചർച്ച്, എൻജോയ്, ഫീൽ ഗുഡ്, ഗോ ഹോം. മനുഷ്യനെ നരകത്തിലേക്ക് വിടാനായിട്ട് കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഫീൽ ഗുഡ് അല്ല സഭയുടെ ലക്ഷ്യം. ഫീൽ ഗുഡ് ആക്കുക, എല്ലാവരെയും സന്തോഷിപ്പിച്ച് നിർത്തുക എന്നുള്ളതല്ല സഭയുടെ ലക്ഷ്യം. ഇവനെ സ്വർഗത്തിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. സ്വർഗത്തിൽ കൊണ്ടുപോകണമെങ്കിൽ അവന് രൂപാന്തരം ഉണ്ടാകണം, അവൻ്റെ അകൃത്യം നീങ്ങണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഇവിടെ വന്നിട്ടൊരു when you come to my church you will feel good, God is not mad at you. ദൈവം മാഡല്ല, അത് ശരിയാണ്. പക്ഷേ ദൈവം അശുദ്ധിയെ വെച്ച് ഉറപ്പിക്കുന്നവനുമല്ല. ഒരു പാപിയായ മനുഷ്യൻ കടന്നു വന്ന് അവൻ്റെ പാപത്തെക്കുറിച്ച് ഏറ്റുപറഞ്ഞാൽ ദൈവം അവൻ്റെ നേരെ ഭ്രാന്തരൊന്നുമല്ല. God is not mad at you, that is true. പക്ഷേ ആരുടെ അടുത്താണ്? അനുതപിക്കുന്നവൻ്റെ അടുത്താണ്. അനുതാപമില്ലാത്ത പ്രസംഗം, അനുതാപത്തിലേക്ക് മനുഷ്യനെ നയിക്കാത്ത പ്രസംഗം വഞ്ചനയാണ്. ദാറ്റ് ഈസ് എ ഡിസെപ്ഷൻ. യഥാർത്ഥത്തിൽ വിശുദ്ധനായ ദൈവത്തെക്കുറിച്ചൊരു ദർശനം ഉണ്ടായാൽ തീർച്ചയായും ഞാനൊരു പാപിയാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടാകും. പാപിയാണെന്ന് ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ അനുതപിക്കും, ഞാൻ കരയും. അങ്ങനെ അനുതപിച്ച് കരയുമ്പോൾ ദൈവം സ്വർഗത്തിലെ അഗ്നി കൊണ്ട് എൻ്റെ നാവിനെ തൊടും. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ എന്നെ കഴുകും, എന്നെ ശുദ്ധീകരിക്കും. നിൻ്റെ അശുദ്ധി മാറി എന്ന് എഴുതിയിരിക്കും. നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇത് നിൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ഒരു കാര്യം കൂടെ ഉണ്ട്, സമയമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, അതിൻ്റെ കൂടെ ചേർന്നവൻ ഒന്നുകൂടെ പറയുന്നുള്ളൂ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യരുടെ നടുവിൽ വസിക്കുന്നു. അവൻ്റെ പാപം മോചിക്കപ്പെട്ടു എന്നുള്ളത് സത്യം. പക്ഷെ അവൻ പറയുക, കർത്താവേ എൻ്റെ പാപം മോചിക്കപ്പെട്ടു, പക്ഷേ എൻ്റെ കൂടെയുള്ള അനേകർ ഇപ്പോഴും പാപത്തിലാണ് ജീവിക്കുന്നത്. അതാണ് വാസ്തവത്തിൽ മിഷൻ. അതുകൊണ്ട് എനിക്ക് അവരെക്കുറിച്ച് കൺസേൺ ഉണ്ട്, എൻ്റെ പാപത്തെക്കുറിച്ച് കൺസേൺ ഉണ്ട്. പക്ഷേ നീ എന്നെ സ്പർശിച്ചു, എന്നെ സൗഖ്യമാക്കി, അല്ലെങ്കിൽ എൻ്റെ പാപത്തിന് മോചനം വന്നു. പക്ഷേ ഇപ്പോഴും ശുദ്ധിയില്ലാത്ത അധരങ്ങൾ, അകൃത്യത്തിൽ ജീവിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, അവരെക്കുറിച്ചാണ് എൻ്റെ കൺസേൺ. അപ്പോൾ കർത്താവ് പറഞ്ഞു, ദാറ്റ് ഈസ് മൈ കൺസേൺ ടു. അവരെക്കുറിച്ച് എനിക്കും കൺസേൺ ഉണ്ട്.
ഞാൻ ആരെ അയക്കണ്ടോ ആറ് നമുക്ക് വേണ്ടി പോകും. അപ്പം ഇവൻ ചാടിക്കൽ പറഞ്ഞു, എന്നെ അയക്കണേ, ഞാൻ പോകാം. കർത്താവ് പറഞ്ഞു, നോ പ്രോബ്ലം, നീ ചെന്ന് അവരോട് പറ. ഇനിയിപ്പോൾ തീയും കൊണ്ട് പോകണ്ട, കാര്യം നിൻ്റെ നാവ് തന്നെ ഇപ്പോൾ ഒരു തീയായിരിക്കുകയാണ്. നിൻ്റെ വചനങ്ങൾ ഇനി ആളുകളെ ശുദ്ധീകരിക്കാൻ പോകുകയാണ്. നിൻ്റെ സാക്ഷ്യം അനേകരെ വിടുവിക്കുവാൻ പോകുകയാണ്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാപിച്ച ആ ദൈവികമായ വിശുദ്ധിയോടെ വേണം പോകാൻ. പിന്നെയും അശുദ്ധിയും കൊണ്ട് പോകരുത്. അതാണ് രൂപാന്തരമെന്ന് പറയുന്നത്. അതായത് ഏത് പാപിയെയും കർത്താവ് സ്വീകരിക്കും. പക്ഷേ സ്വീകരിച്ച് വരുന്ന പാപിയെ അവൻ ശുദ്ധീകരിക്കും. സ്വീകരണം മാത്രമല്ല പഠിപ്പിക്കേണ്ടത്, ശുദ്ധീകരണം പഠിപ്പിക്കണം. ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യാൻ പാടില്ല? വീണ്ടും അശുദ്ധിയിലേക്ക് പോകാൻ പാടില്ല. ആ ശുദ്ധിയുള്ള തലങ്ങളോടുകൂടെ അവൻ ചെന്നാലേ ശുദ്ധിയില്ലാത്ത തലങ്ങളുള്ളവരെ വിടുവിക്കുവാൻ കഴിയത്തുള്ളൂ. നമ്മൾ പലപ്പോഴും ആ കാര്യത്തിന് എംഫസൈസ് ചെയ്യുന്നില്ല. അതൊരു വലിയൊരു പ്രശ്നമാണ്. ഞാൻ പറയാറുള്ള ഒരു കാര്യമുണ്ട്. മുടിയൻപുത്രൻ പന്നിക്കൂട്ടി കിടന്നിട്ട് വന്നപ്പോഴും പിതാവ് അവനെ സ്വീകരിച്ചു. പക്ഷേ അകത്തേക്ക് കയറ്റിയത് വന്നപ്പോഴേ വിളിച്ച് അകത്തോട്ടങ്ങ് കയറ്റുകയല്ല. എന്തോ ചെയ്യുന്നത്? ആളുകളെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ഇവനെ ഒന്ന് കുളിപ്പിക്കുക, കാര്യം അവൻ പന്നിക്കൂട്ടി കിടന്നിട്ട് വരിക. എന്നിട്ട് അവനൊരു പുതിയ ഡ്രസ്സ് കൊടുക്കുക, ഈ പഴയതൊക്കെ ഊരിക്കള, അവനൊരു പുതിയ ചെരുപ്പ് കൊടുക്കുക, അവനൊരു മോതിരം കൊടുക്കുക. അപ്പോൾ ഏത് പാപിയെയും കർത്താവ് സ്വീകരിക്കും. പക്ഷേ സ്വീകരിച്ച് ഭവനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ശുദ്ധീകരിക്കും. അല്ലാതെ അതേ പാപത്തോടുകൂടെ പന്നിക്കൂട്ടി കിടന്ന തുണിയും കൊണ്ട് ഇവൻ എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്പൻ്റെ ഭവനത്തിൽ ജീവിക്കാൻ പറ്റില്ല. അത് ഊരിക്കളഞ്ഞേച്ച് അപ്പൻ കൊടുത്ത നീതിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം അകത്ത് കയറാൻ. എന്ന് തന്നെയല്ല, ഒരു കാര്യം കൂടെ, അപ്പൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പന്നിക്കൂട്ടിലേക്ക് പോവല്ലേ. അങ്ങനെ ഉണ്ട് പല പാർട്ടികളും. അകത്ത് വരും, ഭയങ്കര മാനസാന്തരമൊക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് പന്നിക്കൂട്ടിലൊന്ന് പോയിരിക്കും. ഒത്തിരി ആൾ അവിടെ കിടന്നതല്ലേ, അതിനോടൊരു ചെറിയ ഒരു മമത ഇല്ല. ഇനി തിരിച്ചു പോകരുത്. തിരിച്ചു പോകാതിരിക്കാൻ അപ്പൻ അവിടെ ചങ്ങലയൊന്നും ഇട്ടിട്ടൊന്നുമില്ല. നിനക്കെപ്പോൾ വേണമെങ്കിലും പോകാം. പക്ഷേ പോയാൽ വീണ്ടും നീ മരിച്ചവനാവുകയാണ്. പന്നിക്കൂട്ടി കിടന്നപ്പോൾ അവൻ തിരിച്ചു വന്നപ്പോൾ പിതാവ് പറയുന്നത്, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ഇനിയും പന്നിക്കൂട്ടി പോയാൽ പിന്നെ നീ ചാകും, അത്രയേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന അപ്പൻ്റെ വീട്ടിലും പന്നിക്കൂട്ടിലും കൂടെ മാറി മാറി താമസിക്കാമെന്ന് ആരും ചിന്തിക്കണ്ട. അങ്ങനെ ജീവിക്കുന്ന പലരുണ്ട്. ഇടയ്ക്ക് അപ്പൻ്റെ വീട്ടിലും വരും, ഇടയ്ക്ക് പന്നിക്കൂട്ടിലും പോകും. അല്ല, ശുദ്ധിയില്ലാത്ത അതലങ്ങളുള്ള മനുഷ്യൻ്റെ നാവിനെ സ്പർശിച്ച് ശുദ്ധി ചെയ്തതായ കർത്താവ് ആ ശുദ്ധിയിൽ തന്നെ ജീവിക്കാനാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിൻ്റെ ദർശനം, വിശുദ്ധിയുടെ ദർശനം. സൗഖ്യമാക്കുന്നതല്ല, അതൊക്കെ കർത്താവ് ആർക്ക് വേണ്ടിയും ചെയ്തു കൊടുക്കും. ജോലി തരുന്നതല്ല, അത് കർത്താവ് ആർക്ക് വേണ്ടിയും ചെയ്തു കൊടുക്കും. വിശന്ന 5000 പേർക്ക് ഭക്ഷണം കൊടുത്തവന് അന്നേരം കർത്താവ് ചോദിച്ചില്ല, ഇതിനകത്ത് എത്ര പേര് എൻ്റെ ശിഷ്യന്മാരുണ്ട്, അവരെല്ലാം ഇങ്ങോട്ട് മാറിയില്ല, അവർക്ക് ഞാൻ ഭക്ഷണം തരാം എന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. വന്ന എല്ലാവർക്കും കൊടുത്തു. അത് കർത്താവിൻ്റെ മനസ്സലിവാണ്. പക്ഷേ കൂടെ പോകാൻ 12 പേരെ ഉള്ളായിരുന്നു. മറ്റവരൊക്കെ അപ്പം തിന്നേച്ച് പോയി. ഇതുപോലെ രോഗസൗഖ്യം പ്രാപിച്ചുകൊണ്ടും ജോലി കിട്ടി വാങ്ങിച്ചുകൊണ്ടും ഒക്കെ പോകുന്ന ഒത്തിരി പേരുണ്ട്. പൊക്കോട്ടെ, അവരെ ഒന്നും മൈൻഡ് ചെയ്യണ്ട. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ന് ശിഷ്യന്മാർ പറഞ്ഞതുപോലെ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകും? നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ട്. ഞങ്ങൾക്ക് അപ്പമല്ല വേണ്ടത്, ഞങ്ങൾക്ക് നിത്യജീവൻ്റെ മൊഴികളാണ്, ജീവനാണ് ഞങ്ങൾക്ക് വേണ്ടത്. ആ ജീവൻ പ്രാപിക്കണമെങ്കിൽ ആ വിശുദ്ധനായ ദൈവത്തെക്കുറിച്ചുള്ളൊരു ദർശനം, അതാണ് നമുക്കുണ്ടാകേണ്ട ആദ്യ ദർശനം. തന്നെയല്ല ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത നമ്മളെക്കുറിച്ചുള്ള ഒരു കണ്ടെത്തൽ. നമ്മൾ അവൻ്റെ സന്നിധി നിൽക്കാൻ യാതൊരു യോഗ്യതയില്ലാത്തവരാണ്. എന്നാലും അനുതപിച്ച് കരയുമ്പോൾ ആ സറാഫുകളിൽ ഒരുത്തൻ ആ ഓൾട്ടറിൽ നിന്നുള്ള അഗ്നിയുമായി നമ്മുടെ അടുത്തേക്ക് വരുന്നത് പോലെ അനുതപിച്ച് കരയുന്നവൻ്റെ അടുക്കലേക്ക് കർത്താവ് അവൻ്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകുവാൻ ഇറങ്ങി വരും. ശുദ്ധി പ്രാപിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെക്കുറിച്ചുള്ള ഓർക്കണം, അവരെയും വിശുദ്ധിയിലേക്ക് നയിക്കണം. നമ്മുടെ കരങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് പറയാമോ, കർത്താവേ, എൻ്റെ കരങ്ങൾ ശുദ്ധിയില്ലാത്ത അതരങ്ങളാണ്, ശുദ്ധിയില്ലാത്ത കരങ്ങളാണ് പലപ്പോഴും. എൻ്റെ കാലുകൾ ശുദ്ധിയില്ലാത്ത കാലുകളാണ്, എൻ്റെ കണ്ണുകൾ ശുദ്ധിയില്ലാത്ത കണ്ണുകളാണ്.
ഞാൻ ആവശ്യമില്ലാത്തത് പലതും കാണുന്നയാളാണ്. എൻ്റെ നാവുകൾ ശുദ്ധിയില്ലാത്ത നാവുകളാണ്. ഇന്ന് ആ സ്വർഗത്തിൻ്റെ അഗ്നി കൊണ്ട് എൻ്റെ കണ്ണുകളെ ഒന്ന് സ്പർശിക്കണമേ. എത്ര പേര് പറയും ദൈവസന്നിധിയിൽ കരങ്ങളെ ഉയർത്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉള്ള ബലഹീനതകളെക്കുറിച്ച്, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ബോധ്യത്തോടുകൂടെ കർത്താവിനോട് പറയും, കർത്താവേ എൻ്റെ കണ്ണിനെ ഒന്ന് തൊടണമേ. പലപ്പോഴും കർത്താവേ ആവശ്യമില്ലാത്ത കാഴ്ചകൾ ഞാൻ കാണുന്നു. കർത്താവേ എൻ്റെ നാവിനെ ഒന്ന് തൊടണമേ. എൻ്റെ വായിലൂടെ പല വാക്കുകൾ പുറത്തു വരുന്നു. എത്ര പേര് പറയും ഒച്ചത്തിൽ തന്നെ കർത്താവിനോടൊന്ന് പറ, കർത്താവേ എന്നെ സ്പർശിക്കണമേ. നിൻ്റെ തീക്കനൽ കൊണ്ട്, നിൻ്റെ സ്വർഗത്തിലെ അഗ്നി കൊണ്ട്, നിൻ്റെ രക്തം കൊണ്ട് എന്നെ ഒന്ന് സ്പർശിക്കണമേ. എന്നെ ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. എന്നെ വിശുദ്ധിയിലേക്ക് നയിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.